ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്നിനി നോക്കാൻ പോകുന്നത് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കായിട്ടുള്ള, അതായത് നമ്മുടെ ക്വാളിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്കായിട്ടുള്ള ക്വാളിറ്റി കൺട്രോൾ ടൂൾസിനെ കുറിച്ചാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ ക്വാളിറ്റി കൺട്രോൾ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇൻ സിമ്പിൾ വേർഡ്സിൽ പറയുകയാണെങ്കിൽ നമ്മുടെ കമ്പനിയിലെ പ്രോഡക്റ്റുകളുടെ അല്ലെങ്കിൽ സർവീസുകളുടെ ക്വാളിറ്റിയെ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മളവിടെ നിയന്ത്രിക്കുന്നത്. എന്താണോ അതാണ് ക്വാളിറ്റി കൺട്രോൾ എന്നിവിടെ സിമ്പിൾ വാക്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതിനർത്ഥമാക്കുന്നത്. അപ്പോൾ ആ ക്വാളിറ്റിയുടെ കൺട്രോൾ നിയന്ത്രിക്കാനായിട്ട് ചില ടൂൾസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ചെക്ക് ഷീറ്റ്, മറ്റൊന്ന് പരീറ്റോ ചാർട്ട്, 3 ഫ്ലോ ചാർട്ട്, 4 ഹിസ്റ്റോഗ്രാം, 5 കൺട്രോൾ ചാർട്ട്, 6 സ്കാറ്റർ ഡയഗ്രാം ആൻഡ് 7 കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം. അപ്പോൾ നമുക്കിത് നമുക്ക് ആദ്യം തന്നെ വിശദിച്ച് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ് പറയുന്നത്? ഫസ്റ്റ് വൺ ക്വാളിറ്റി കൺട്രോൾ. അതിൽ ടൂൾസിൽ ഫസ്റ്റ് വൺ ചെക്ക് ഷീറ്റ്. ചെക്ക് ഷീറ്റ് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിമ്പിൾ ഡോക്യുമെൻറ്റ് യൂസ്ഡ് ഫോർ കളക്ടിങ് ഡാറ്റ ഇൻ എ റിയൽ ടൈം ആൻഡ് അറ്റ് ദി ലൊക്കേഷൻ. അപ്പോൾ യഥാർത്ഥത്തിൽ നേരിട്ട് നമ്മൾ എടുക്കുമ്പോൾ, അതായത് ഫാക്ടറിയിൽ പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് എടുക്കുന്ന ഒരു കാര്യമാണ്. അതൊരു ഡോക്യുമെൻ്റായിട്ട് നമ്മളത് കാത്ത് സൂക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ അതിലൂടെ നമുക്ക് അത് നമ്മുടെ ഫാക്ടറിയിൽ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു കാര്യം, ഈ ചെക്ക് ഷീറ്റ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്, ദിസ് ഡോക്യുമെൻറ്റ് ഈസ് എ ബ്ലാങ്ക് ഫോം ഡിസൈൻഡ് ഫോർ ക്വിക്ക്, ഈസി ആൻഡ് എഫിഷ്യൻറ്റ് റെക്കോർഡിംഗ് ഓഫ് ദി ഡിസൈഡ് ഇൻഫർമേഷൻ. അപ്പോൾ സഡൻ ആയിട്ട്, അതായത് ഇത് ഓൾറെഡി ഒരു റെക്കോർഡഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഒരു കാര്യം ഇരിക്കുന്നുണ്ടാവുക. അതായത് റെക്കോർഡഡ് ഇൻ ദ സെൻസ് ലൈക്ക് ഒരു എന്താ പറയുക, കുറച്ച് കോളംസും ഇതെല്ലാം എഴുതി വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഫില്ല് ചെയ്തിട്ട് മീൻസ് അതുപോലെ അങ്ങോട്ട് പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുള്ള പോലെ ആയിരിക്കും ഈ ഒരു മാറ്റർ. അതിന് നമ്മൾ ജസ്റ്റ് അതിന് വേണ്ട കാര്യങ്ങൾ എന്താണോ അത് മാത്രം നമ്മളതിൽ എഴുതി വെക്കുകയാണ് അതിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഓൾറെഡി അതിൽ ചില കാര്യങ്ങൾ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആ പറയുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് നമ്മൾ ടിക്ക് ചെയ്ത് പോകുന്നത്. ഒരു ചെക്ക് ഷീറ്റ് പോലെ നമ്മളത് ടിക്ക് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നതാണ് ഇൻഫർമേഷൻ ക്യാൻ ബി ഐദർ ക്വാണ്ടിറ്റേറ്റീവ് ഓർ ഇൻ ക്വാളിറ്റേറ്റീവ് ബേസിസ് ആൻഡ് ഇറ്റ് മൈറ്റ് ബി യൂസ്ഡ് ടു ട്രാക്ക് ദി നമ്പർ ഓഫ് ടൈംസ് എ സർട്ടൺ ഇൻസിഡൻറ്റ് ഹാപ്പൻസ്. അപ്പോൾ ഒരു കാര്യം എത്രത്തോളം തവണ ഒരു കാര്യം നടക്കുന്നുണ്ടാവും എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതിനൊക്കെ ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു ചെക്ക് ഷീറ്റ് മെത്തേഡിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക. ദ ഫങ്ഷൻ ഈസ് ടു പെർസെൻറ്റ് ഇൻഫോർമേഷൻ ഇൻ ആൻ എഫിഷ്യൻറ്റ് ഗ്രാഫിക്കൽ ഫോർമാറ്റ്. അപ്പോൾ ഈ ഒരു ചെക്ക് ഷീറ്റിലൂടെ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാതും വളരെ കൃത്യമായിട്ട് നമ്മൾ ഇത് ചെയ്യാം. അപ്പോൾ ചെക്ക് ഷീറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഐഡിയ കിട്ടുമില്ലേ, നമ്മൾ ഓൾറെഡി ചില കാര്യങ്ങളൊക്കെ ആ ഒരു പേപ്പറിൽ ആ ഒരു ഡോക്യുമെൻറ്റിൽ എഴുതിയിട്ടുണ്ടാവും. നമ്മളതിൽ മാർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ അവിടെ ഒരിത് വരുന്നുള്ളൂ. എക്സാമ്പിളാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതാണ് ഒരു ചെക്ക് ഷീറ്റിൻ്റെ ഒരു രീതി, കണ്ടോ? അതായത് ചെക്ക് ഷീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഡിഫക്റ്റുകളാണ് വരാൻ സാധ്യത, അല്ലെങ്കിൽ എന്തെല്ലാം ഇവൻറ്റുകളാണ് ഒക്കർ ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലുള്ളത് ഓരോ ദിവസം, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. അപ്പോൾ ഈ ദിവസങ്ങളിൽ എപ്പോഴൊക്കെയാണ് അതായത് ഇവിടെ ഓരോ ഇൻസിഡൻസുകൾ അല്ലെങ്കിൽ ഓരോ ഡിഫക്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോ ഇവൻറ്റ് ഓഫ് ഒക്കറൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതാണ് സപ്ലൈഡ് പാർട്സ് റസ്റ്റഡ് ആണ്, അല്ലെങ്കിൽ മിസ്അലൈൻഡ് ചെയ്ത് വെൽഡിങ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇംപ്രോപ്പർ ടെസ്റ്റ് പ്രൊസീജിയർ ഉണ്ട്, റോങ് പാർട്ട് ഇഷ്യൂഡ്, പിന്നെ അതുപോലെ തന്നെ വോയിഡ്സ് ഇൻ കാസ്റ്റിംഗ്, ഇൻകറക്റ്റ് ഡയമെൻഷൻ എന്നുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഓൾറെഡി ഇത് ഒരു കമ്പനിയുടെ ഒരു ചെക്ക് ഷീറ്റാണ്. അപ്പോൾ ഓരോ കമ്പനിക്കും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ചെക്ക് ഷീറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ ഓരോ ചെക്ക് ഷീറ്റിനെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ ഇവിടെ ഇത് എത്ര തവണ അല്ലെങ്കിൽ ഒരു ദിവസം ഇത് വല്ല സംഭവങ്ങൾ നടക്കുന്നുണ്ടോ അപ്പോൾ നമ്മളിവിടെ റെക്കോർഡ് ചെയ്യും, ഒന്ന് മാർക്ക് ചെയ്യും. അപ്പോൾ ഓരോ തവണ അങ്ങനെ വല്ല സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഒരു ദിവസം തന്നെ മൾട്ടിപ്പിൾ ടൈംസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതവിടെ നമ്മളപ്പോൾ തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഇതാകുമ്പോൾ ഈസിയാണ്, വേഗം നമുക്ക് അസസ് ചെയ്യാൻ എളുപ്പമുള്ളൊരു കാര്യമാണ് ഈ ഒരു ചെക്ക് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു റെഡി ആയിട്ടുള്ള. ഇപ്പോൾ ഇതിൽ നമ്മൾ വെറുതെ മാർക്ക് ചെയ്ത് വേണ്ടോ, വേറെ ഒന്നും അതുമ്പോൾ ചെയ്യാനായിട്ടില്ല. ഓക്കെ, പിന്നെ വരുന്നതാണ് പരീറ്റോ ചാർട്ട്. പരീറ്റോ ചാർട്ട് എന്ന് പറയുന്നത് എന്താണ്? എ ചാർട്ട് കണ്ടെയ്ൻ ബോത്ത് ബാർ ആൻഡ് ലൈൻ ഗ്രാഫ്. അപ്പോൾ ഇതിൽ ഒരു ബാർ ഡയഗ്രാമും ലൈൻ ഗ്രാഫും കൂടി ചേരുന്നതാണ് ഈ ഒരു പരീറ്റോ ചാർട്ട്. എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇൻഡിവിജ്വൽ വാല്യൂസ് ആർ റെപ്രസെൻറ്റഡ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ബൈ ബാർ ആൻഡ് ക്യുമുലേറ്റീവ് ടോട്ടൽ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദി ലൈൻ. അപ്പോൾ ബാർ ഡയഗ്രാമിൽ എന്താണ്? ഇൻഡിവിജ്വൽ വാല്യൂ ആർ റെപ്രസെൻറ്റഡ് ഇൻ ഡിസെൻഡിങ് ഓർഡർ ബൈ ബാർ. അതായത് ഒരു ഡിസെൻഡിങ് ഓർഡർ, അതായത് ഏറ്റവും കൂടുതൽ ഒക്കറൻസ് ഉണ്ടാകുന്ന ഒരു കാര്യം ഏറ്റവും ഫസ്റ്റായിട്ട് വരയ്ക്കും.
അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലീസ്റ്റായിട്ട് ഉണ്ടാകുന്നത് ഏറ്റവും അവസാനം ബാർ ഡയഗ്രാം ക്രിയേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു എന്താ പറയുക, ഒരു ക്യുമുലേറ്റീവ് ടോട്ടൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ അത് നമ്മൾ ലൈൻ ഗ്രാഫിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഹാവ് ഗ്രേറ്റസ്റ്റ് ക്യുമുലേറ്റീവ് എഫക്റ്റ് ഓൺ ദ സിസ്റ്റം. അപ്പോൾ ഏറ്റവും കൂടുതൽ അല്ലേ, ഇറ്റ് ഈസ് യൂസ് ടു ഐഡൻറ്റിഫൈ ദ ഫാക്ടേഴ്സ്, എന്തെല്ലാം കാരണങ്ങളാണ് ഏറ്റവും അധികമായിട്ട് അതിനൊരു എഫക്റ്റ് ഉണ്ടാക്കുന്നത്, അതായത് നമ്മുടെ ആ ഒരു ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത് എന്താണോ അത് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കും. ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് ടു പ്രയോറിറ്റൈസ് ദ ഇംപ്രൂവ്മെൻറ്റ് എഫേർട്സ്. നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനായിട്ട് എവിടേക്കാണ് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൂടി കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് നമുക്ക് ഇതിലൂടെ പരിറ്റോ ചാർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കും. അതിൻ്റെ എക്സാമ്പിൾ നോക്കൂ. വി ക്യാൻ ലുക്ക് അറ്റ് ദി നമ്പർ ഓഫ് പ്രോഡക്ട്സ് ഡിഫെക്ട്സ് ഇൻ ഈച്ച് ഓഫ് ദ ലിസ്റ്റഡ് കാറ്റഗറീസ്. വി അറേഞ്ച് ദ നമ്പർ ഓഫ് ഡിഫെക്ട്സ് ഫ്രം ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ് ഒക്കറൻസസ്. മോസ്റ്റ് സിഗ്നിഫിക്കൻസ് പ്രോബ്ലംസ് സ്റ്റാൻഡ് ഔട്ട് ആൻഡ് ക്യാൻ ബി ട്രീറ്റഡ് ഫസ്റ്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആയിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ നമുക്ക് വേഗം പരിഹരിച്ച് മുന്നോട്ട് തീർക്കാനായിട്ട് നമുക്കിതിലൂടെ സാധിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത്. ഇത് കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഇപ്പോൾ കാര്യം ആദ്യം തന്നെ വരും. അപ്പോൾ ഇവിടെ എന്താണ് ഇവിടെ പറയുന്ന മാറ്റർ എന്താണ്, കണ്ടൻസേറ്റ് ബാക്കപ്പ് എന്നിവിടെ ആദ്യം അതാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത്. പിന്നെ സ്റ്റിക്കീസ്, കാരിയർ റോപ്സ്, അതേഴ്സ്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് എന്താണ്, ഇതൊരു ഡ്രയർ റിലേറ്റഡ് ഡൗൺ ടൈം, ഒരു ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ്റെ വരുന്ന കാര്യം, ഒരു ഡ്രയറായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രൊഡക്ഷൻ്റെ ഒരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെ അപ്പോൾ ഈ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ 4 താഴെ പോയിൻ്റ് എഴുതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് ഒക്കറൻസ് ഉണ്ടാകുന്ന കാര്യത്തിന് അതവിടെ ഏറ്റവും ഫസ്റ്റ് ആണ്, അവിടെ ഏറ്റവും ഡിസെൻഡിങ് ഓർഡറിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് ക്ലിയർ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ഈ ഒരു പരീറ്റോ ചാർട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് വേഗം ചെയ്യാനായിട്ടും, അതുപോലെ തന്നെ നമുക്ക് എവിടെയാണോ നമുക്കതിൻ്റെ ഒരു ചേഞ്ചസ് വരുത്തേണ്ടതായിട്ടുള്ളത് അത് എത്രയും വേഗം ചേഞ്ചസ് വരുത്താനായിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് വേഗം നമുക്ക് നിയന്ത്രിക്കേണ്ട എവിടെയാണോ നിയന്ത്രിക്കേണ്ടത് അത് നമുക്ക് പെട്ടെന്നൊരു ഐഡിയ നമുക്ക് കിട്ടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്ലോ ചാർട്ടിനെ കുറിച്ചാണ്. ഫ്ലോ ചാർട്ട് പറയുന്നത് എന്താണ്? ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പിക്ടോറിയൽ റെപ്രസെൻറ്റേഷൻ ഓഫ് എ പ്രോസസ്സ്. ഒരു പിക്ചർ ബേസിസിലാണ് ഇവിടെ ഈ ഒരു കാര്യം നമ്മുടെ പ്രോസസ്സിനെ നമ്മളിവിടെ വരച്ച് കാണിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സ്റ്റെപ്സ് ഇൻ എ പ്രോസസ്സ്. ഒരു കൃത്യമായിട്ടുള്ള ഒരു വിഷ്വൽ രീതിയിലാണ് നമ്മുടെ കാര്യങ്ങൾ, ഓരോ സ്റ്റേജസ് അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പുകൾ നമ്മൾ ഈ പ്രോസസ്സിലെ ഓരോ സ്റ്റെപ്പുകൾ നമ്മളെടുത്ത് കാണിക്കുന്നത്. പിന്നെ പറയുന്നതാണ് ഇറ്റ് ഷോസ് ദ നേച്ചർ ആൻഡ് ഫ്ലോ ഓഫ് സ്റ്റെപ്സ് ഇൻ എ പ്രോസസ്. And by breaking down the process can identify where errors are likely to be found in the system. അപ്പോൾ എവിടെയാണ് ഒരു എററുകൾ വരാനുള്ളൊരു സാഹചര്യങ്ങൾ കൂടുതൽ അല്ലെങ്കിൽ കുറവുകൾ എന്നുള്ളതെല്ലാം നമുക്ക് കൃത്യമായിട്ട് ഇതിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. And it also used to show the changes in a process when improvements are made. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഈ ഒരു ഇത് യൂസ് ചെയ്യുന്ന ഈ ഫ്ലോ ചാർട്ട് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് അത് നമ്മുടെ മാനേജേഴ്സിന് അവർക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റും. എവിടെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത്, ഇന്ന് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് ചേഞ്ചസ് വരുത്തേണ്ടത്, എവിടെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു പിക്ടോറിയൽ രീതിയിൽ, ഒരു വിഷ്വലി കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഓരോ പ്രോസസ്സിൻ്റെ ഓരോ സ്റ്റെപ്പിലെയും നമുക്കിതിലൂടെ മനസ്സിലാക്കാനായിട്ട് ഇതിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഒരു പ്രോസസ് ഫ്ലോ ചാർട്ട്. ഇത് കണ്ടോ, ഇവിടെ നോക്കൂ, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു, അത് കഴിഞ്ഞാൽ ഫസ്റ്റ് 100% ഇൻസ്പെക്ഷൻ വരുന്നു, അത് കഴിഞ്ഞ് ആക്സെപ്റ്റിംഗ്, നമ്മൾ അത് കഴിഞ്ഞ് പാക്ക് ചെയ്യുന്നു, അത് കഴിഞ്ഞ് അവിടുന്ന് ഫൈനൽ ഇൻസ്പെക്ഷനിൽ പോകുന്നു, അവിടുന്ന് വെയർ ഹൗസിൽ കയറുന്നു, അവിടുന്ന് പ്രീ ഡിസ്പാച്ചിൽ കയറുന്നു, പ്രീ ഡിസ്പാച്ചിൽ നിന്നും അവിടെ അത് നോട്ട് ഓക്കെ ആണെങ്കിൽ വീണ്ടും അത് വെയർ ഹൗസിലേക്ക് പോകുന്നു. ഇൻ ബിറ്റ്വീന് ഈ ഫൈനൽ ഇൻസ്പെക്ഷൻ്റെ അവിടെ വെച്ചിട്ട് അത് റീസോർട്ട് ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പർ ആക്സെപ്റ്റ് ആണെങ്കിൽ അത് പാക്കിങ്ങിലേക്ക് വീണ്ടും കയറും, റിജക്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ വീണ്ടും സ്ക്രാപ്പ് ഹൗസിലേക്ക് പോകും. അപ്പോൾ ഇതുപോലെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു പ്രോസസ്സിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കും. അതാണ് ഇവിടെ ചെയ്യുന്ന മറ്റൊരു സിസ്റ്റം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രമാറ്റിക് വ്യൂ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഫോർ യുവർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്. ഓക്കെ, പിന്നെ നമ്മൾ നാലാമത് നോക്കുന്നതാണ് ഹിസ്റ്റോഗ്രാം. ഹിസ്റ്റോഗ്രാം പറയുന്നതാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ദ ഫ്രീക്വൻസി
ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ് ഹിസ്റ്റോഗ്രാം. അതായത് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ BNM-ലും പിന്നെ അതുപോലെ QT-ലൊക്കെ നിങ്ങൾ പഠിച്ചതായിരുന്നു. അപ്പോൾ ആ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, അതായത് നമ്മുടെ സാധ്യതകൾ അല്ലേ, ഫ്രീക്വൻ്റ് ആയിട്ട് വരാനുള്ള ഒരു പോസിബിലിറ്റി അല്ലേ, അതാണ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. അത് നമ്മൾ ഇവിടെ വ്യക്തമായിട്ട് ഒരു ബാർ ചാർട്ടിലൂടെ നമ്മളത് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അതൊരു ഒരു ഒരു ഹിസ്റ്റോഗ്രാം, അതൊരു സിമിലർ ടു ബാർ ചാർട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുന്നതാണ് ന്യൂമറിക്കൽ വേരിയബിൾ ആൻഡ് കണ്ടിന്യൂസ് ഡാറ്റ ക്യാൻ ബി യൂസ്ഡ് ഇൻ ദിസ് ചാർട്ട്. ന്യൂമറിക്കൽ വേരിയബിൾ ആൻഡ് കണ്ടിന്യൂസ് ഡാറ്റയാണ് നമ്മളിത് പ്രധാനമായിട്ടും ഇവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ചാർട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളെയും നമുക്ക് ഓർഗനൈസ് ചെയ്ത് ഒരു സോർട്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവരാനായിട്ട് ഇതിലൂടെ നമുക്ക് സാധിക്കും. ഇത് എന്തിനാണ് നമ്മൾ ഹിസ്റ്റോഗ്രാം യൂസ് ചെയ്യുന്നത്? ഒരു വളരെ ലളിതമായ രീതിയിൽ ഗ്രാഫിക്കലി വ്യൂ അയക്കുന്ന രീതിയിൽ ഒരു ഡാറ്റ അതെല്ലാം നമുക്ക് കയ്യിൽ ശേഖരിച്ച് അതിൻ്റെ ഡിസ്പേർഷനും സെൻട്രൽ ടെൻഡൻസി എല്ലാം മനസ്സിലാക്കി നമുക്ക് കൃത്യമായിട്ട് നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ എവിടെയാണ് വീണ്ടും ഒരു എറർ വരുന്നുണ്ടാവുമോ, അല്ലെങ്കിൽ എവിടെയാണ് നമുക്ക് ചേഞ്ചസ് വരുത്തേണ്ടതാവുമോ എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് ഹിസ്റ്റോഗ്രാമിലൂടെ നമുക്കിതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ. അപ്പോൾ ഇതാണ് ഹിസ്റ്റോഗ്രാമിൻ്റെ ഒരു പിക്ചർ വരുന്നത്. ക്ലിയർ മൈ ഡിയർ ഫ്രണ്ട്സ്? ഹിസ്റ്റോഗ്രാമിൻ്റെ ഒരു പിക്ചറാണ് ഈ കിടക്കുന്നത്. ക്ലിയർ? ശ്രദ്ധിച്ച് വായിച്ചു നോക്കൂ. റൈറ്റ്? ഓക്കെ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം. കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാമിന് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ നമ്മൾ എഴുതിയിരിക്കുന്നതാണ് ഇഷിക്കാവ മെത്തേഡ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ഇഷിക്കാവ മെത്തേഡ്, അതായത് ഒരു ഫിഷ് ബോൺ ഡയഗ്രാം എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. ഇഷിക്കാവ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഈ കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം അല്ലെങ്കിൽ ഇഷിക്കാവ ഡയഗ്രാം എന്ന് പറയുന്നത് എന്തിനാണ് അവിടെ ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ ടൂൾ ദാറ്റ് ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ, സോർട്ട് ആൻഡ് ഷോ ദ പോസിബിൾ കോസ് ഓഫ് എ പ്രോബ്ലം ഓർ ക്വാളിറ്റി ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ നമുക്ക് ഒരു കാര്യത്തിന്, അതായത് ഈ കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാമിൽ കൂടെ തന്നെ നമുക്ക് ഒരു പ്രോബ്ലത്തിനെ നമുക്ക് കണ്ടുപിടിക്കാനും അത് കൃത്യമായിട്ട് നമുക്ക് സോർട്ട് ചെയ്ത് കൊണ്ടുവരാനും അതുപോലെ തന്നെ ക്വാളിറ്റിയുടെ ക്യാരക്ടറിസ്റ്റിക്സിനൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്കിതിലൂടെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു. ആൻഡ് ഇറ്റ് ഗ്രാഫിക്കലി ഇല്ലസ്ട്രേറ്റ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ എ ഗിവൺ ഔട്ട്കം ആൻഡ് ഓൾ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദാറ്റ് ഔട്ട്കം. അപ്പോൾ അതായത് ഒരു ഔട്ട്കമ്മിനോട് ബന്ധപ്പെട്ട്, ഒരു പ്രോഡക്റ്റിൻ്റെ ഔട്ട്കമ്മിനോട് ബന്ധപ്പെട്ടും കിടക്കുന്ന മറ്റു പല ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് ഒരു ഗ്രാഫിക്കലി ഇല്ലസ്ട്രേറ്റ് ചെയ്ത് നമുക്കിതിലൂടെ അറിയാനായിട്ട് പറ്റുന്നു. അതാണ് ഇവിടെ മൂന്നാമത് എഴുതിയിരിക്കുന്ന നോക്കൂ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാമിന് മറ്റൊരു പേരാണ് ഇഷിക്കാവ ഡയഗ്രാം ഓർ ഫിഷ് ബോൺ ഡയഗ്രാം. അതായത് ഹെഡ് ഓഫ് എ ഫിഷ് എന്ന് പറയുന്നതാണ് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം ടു ബി സോൾവ്ഡ് ആൻഡ് സ്പൈൻ ഓഫ് ദ ഫിഷ് ഈസ് ദി ലിസ്റ്റ് ഓഫ് മേജർ കോസ് ഓഫ് ദ പ്രോബ്ലം. അതായത് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ, ഒരു കമ്പനിയിൽ പ്രൊഡക്ഷൻ സമയത്ത് ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ആ പ്രോബ്ലമാണ് നമ്മളിവിടെ ഹെഡ് ഓഫ് ദ ഫിഷ് ആയിട്ട് നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നത്, കണക്കാക്കുന്നത്. എന്നാൽ ആ പ്രോബ്ലത്തിലേക്ക് ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ് സ്പൈൻ ഓഫ് ദ ഫിഷ് ആയിട്ട് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, ക്ലിയർ മൈ ഡിയർ ഫ്രണ്ട്സ്? ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ പിക്ചർ കാണുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞുതരാം. കോസസ് എന്തൊക്കെയാണ്? പീപ്പിൾ, പ്രോസസ്, മെറ്റീരിയൽ ആൻഡ് എക്യുപ്മെൻറ്റ്സ്. ആൻഡ് ഇൻ കോസ് ആൻഡ് എഫക്റ്റ് മെത്തേഡിൽ ഡെവലപ്പ് ആൻ ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ ടു റിസോൾവ് ദി പ്രോബ്ലം. ഒരു പുതിയൊരു മെത്തഡോളജി, ഒരു പുതിയൊരു ഇംപ്രൂവ്മെൻറ്റ് പ്ലാൻ നമുക്കിതിലൂടെ കൊണ്ടുവരേണ്ടത് നമുക്കിതിലൂടെ സാധിക്കും. കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം അഥവാ ഇഷിക്കാവ ഡയഗ്രാം അല്ലെങ്കിൽ ഫിഷ് ബോൺ ഡയഗ്രാം എന്ന 3 പേരിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഇവിടെ നോക്കിക്കോളൂ. ഇവിടെ ഒരു പ്രോബ്ലം വരുന്നതാണ് ഇവിടെ ഹെഡായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. ഇവിടെ എന്താണ്? പഡിൽ ഓൺ ഫ്ലോർ, അതാണ് പ്രോബ്ലം. ഓക്കെ, അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന അതിൻ്റെ സ്പൈനായിട്ട് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവിടെ പീപ്പിൾ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി അല്ല, എംപ്ലോയീസിൻ്റെ ഒരു കാര്യം വരുന്നത്, പ്രോഡക്റ്റ് വരുന്നുണ്ട്, എൻവിറോൺമെൻറ്റ് വരുന്നുണ്ട്, മെത്തേഡ് വരുന്നുണ്ട്, മെഷർമെൻറ്റ് വരുന്നുണ്ട്, മാനേജ്മെൻറ്റ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് കാരണങ്ങൾ. ഈ കാരണങ്ങളെല്ലാം കൂടി ഇതിലേതെങ്കിലും ഒരു കാരണമായിരിക്കാം നമ്മുടെ പഡിൽ ഓൺ ഫ്ലോർ എന്ന് പറഞ്ഞ പ്രോബ്ലത്തിന് ഒരു കാരണമായി വരുന്നത്. ഓക്കെ, അതായത് ആ ഹെഡ് പൊസിഷനിൽ നിൽക്കുന്നുണ്ട്, ഹെഡ് ഓഫ് ദ ഫിഷ്, അതാണ് പ്രോബ്ലം. അപ്പോൾ പ്രോബ്ലത്തിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റുള്ള കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ഇതിൻ്റെ സ്പൈൻ ഓഫ് ദ ഫിഷ് ആയിട്ട് നമ്മളിവിടെ കണക്കാക്കുന്നത്, അതായത് കോസസ്. അതുകൊണ്ട് നമ്മളിവിടെ കോസ് ആൻഡ് എഫക്റ്റ് എന്നുള്ളത് നമ്മളിവിടെ പറയാനുള്ള കാര്യം കോസ് ആൻഡ് എഫക്റ്റ് ഡയഗ്രാം അഥവാ ഫിഷ് ബോൺ ഡയഗ്രാം, അതും അല്ലെങ്കിൽ ഇഷിക്കാവ ഡയഗ്രാം എന്ന് നമ്മളവിടെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ക്ലിയർ മൈ ഡിയർ ഫ്രണ്ട്സ്? അപ്പോൾ ഇതിൽ ഏതെങ്കിലും പീപ്പിൾ ഒരു പ്രശ്നത്തിലാവാം, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ പ്രശ്നത്തിലാവാം, അല്ലെങ്കിൽ മെഷർ ചെയ്ത പ്രശ്നത്തിലാവാം, അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റ് ഏതെങ്കിലും ഒന്നാവാം. ഓക്കെ, ഈ ഫ്രം ദീസ് 6 ഇതിൽ ഏതെങ്കിലും ഒന്നിൽ വരാൻ സാധ്യത ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ? യെസ്. അടുത്ത നമ്മൾ നോക്കുന്നതാണ് സ്കാറ്റർ ഡയഗ്രാം. സ്കാറ്റർ ഡയഗ്രാം പറയുന്നത് എന്താണ്?
ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ദ റിലേഷൻഷിപ്പ് ഓർ കോറിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വ്യത്യസ്തമായിട്ടുള്ള, ഇപ്പോൾ നിങ്ങൾ റിസർച്ച് മെത്തഡോളജിയിലൊക്കെ നിങ്ങൾ പഠിച്ച് കാണും ഇല്ലേ, സ്കാറ്റർ ഡയഗ്രാമിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ QNMലും ഒക്കെ നിങ്ങൾ QTയിൽ നിന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സ്കാറ്റർ ഡയഗ്രാം പറയുന്നത് എന്താണ്, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള വേരിയബിൾസിനെ അഥവാ ഫാക്ടേഴ്സിനെ അത് അതിൻ്റെ വലിയ റിലേഷൻഷിപ്പ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട് നമ്മൾ ഈ സ്കാറ്റർ ഡയഗ്രാം നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ദാറ്റ് ഇറ്റ് ഈസ് യൂസ് ടു ഡിസ്പ്ലേ വാട്ട് ഹാപ്പൻസ് ടു വൺ വേരിയബിൾ വെൻ അതർ വേരിയബിൾ ചേഞ്ചസ്. ഒരു വേരിയബിൾ വലിയ മാറ്റം വരുത്തുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു വേരിയബിളിന് വലിയ മാറ്റങ്ങൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്കിതിലൂടെ സ്കാറ്റർ ഡയഗ്രാമിൽ അറിയാൻ പറ്റുന്നു. ആൻഡ് സ്കാറ്റർ ഡയഗ്രാം ക്ലിയർലി ഷോസ് ഇഫ് ദർ ഈസ് എ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഓർ നോ റിലേഷൻ ബിറ്റ്വീൻ ടു വേരിയബിൾസ്. രണ്ട് വേരിയബിൾസിന് ഒരു വേരിയബിൾ മാറ്റം വരുമ്പോൾ അതിന് പോസിറ്റീവിൽ എഫക്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ നെഗറ്റീവിൽ എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നമുക്കിതിലൂടെ അറിയാനായിട്ട് നമുക്ക് സാധിക്കും. അല്ലെങ്കിൽ ഒരു ചേഞ്ചും വരുന്നില്ല എന്നുള്ളതൊക്കെ ഈ സ്കാറ്റർ ഡയഗ്രാമിലൂടെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു സ്കാറ്റർ പ്ലോട്ടും അതുപോലെ കോറിലേഷൻ നോക്കൂ. ഇതിലെന്താ നമ്മളിവിടെ കാണുന്നത്, ഇവിടെ ഒരു പോസിറ്റീവ് റിലേഷൻ, അതായത് ഒരു വേരിയബിൾ മാറ്റം വരുമ്പോൾ മറ്റേ വേരിയബിളിനും അതുപോലെ തന്നെ പോസിറ്റീവിൽ ഒരു മാറ്റം വരുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഒരു പോസിറ്റീവ് കോറിലേഷൻ ആയിട്ട് എല്ലാം അടുത്തടുത്തായിട്ട് കിടക്കണുണ്ടോ. ഇനി അതേ സമയം തന്നെ ഒരു നെഗറ്റീവ് കോറിലേഷൻ എപ്പോഴാണ് ഉണ്ടാവുക, ഒരു വേരിയബിൾ ചേഞ്ച് ചെയ്യുമ്പോൾ മറ്റൊരു വേരിയബിളിനെയും ഓട്ടോമാറ്റിക്കലി അത് എഫക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു വേരിയബിൾ കൂടുമ്പോൾ ചിലപ്പോൾ മറ്റൊരു വേരിയബിൾ നെഗറ്റീവിൽ കുറയുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ സ്കാറ്റർ ഡയഗ്രാം നെഗറ്റീവ് കോറിലേഷനായിട്ട് നമ്മളിവിടെ കാണിക്കുന്നത്. സെക്കൻഡ് ഡയഗ്രാം മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് തേർഡ് വണ്ണിൽ യാതൊരു തരത്തിലുള്ള ചേഞ്ചസും ഒന്നും ഉണ്ടാവുന്നില്ല. അതായത് ഒരു വേരിയബിൾ മാറുമ്പോൾ മറ്റൊരു വേരിയബിളിന് ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ നോ കോറിലേഷൻ. അതുകൊണ്ടാണ് നിങ്ങൾ സ്കാറ്റേഡ് ആയിട്ട് ഈ പ്ലോട്ട് കിടക്കുന്നത്. ക്ലിയർ? ആൻഡ് ഇനി നമ്മുടെ ലാസ്റ്റ് ക്വാളിറ്റി കൺട്രോൾ ടൂളിലെ 7ാമത്തെയാണ് കൺട്രോൾ ചാർട്ടുകൾ. കൺട്രോൾ ചാർട്ട് എന്താണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ടു റുട്ടീൻ ക്വാളിറ്റി മോണിറ്ററിങ്. അപ്പോൾ സാധാരണയായിട്ട് എല്ലാവരും ക്വാളിറ്റി മോണിറ്റർ നമ്മൾ തൊട്ട് മുമ്പിൽ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. കൺട്രോൾ ചാർട്ട് എന്ന് പറയുന്നത് കോമൺ ആയിട്ട് റുട്ടീനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് ഈ ഒരു കൺട്രോൾ ചാർട്ട്. ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ യൂസ് ടു ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ദ വേരിയേഷൻ ഇൻ എ പ്രോസസ് റിസൾട്ടിങ് ഇൻ കോമൺ കോസ് ആൻഡ് സ്പെഷ്യൽ കോസ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ പറയുമ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ഫ്രീക്വൻസിയും അതുപോലെ തന്നെ നമ്മുടെ എന്തായിരുന്നു ഈ ഒരു SQC ഓർമ്മയുണ്ടോയെന്ന് വിചാരിക്കുന്നു. SQC എന്താണെന്നുള്ളൊരു കാര്യം ഇല്ലേ? SQC എന്ന് പറയുന്നത് എന്താണ്? SQC എന്നുള്ളത് പറയുന്നത് എന്താണ്? പറയൂ. SQC എന്ന് പറയുന്ന കാര്യം എന്താണ്? ഡു യു റിമെമ്പർ? SQC എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ